ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ മൈതാനത്ത് ഇറങ്ങും. CR7 പോർച്ചുഗലിന് വേണ്ടി ഇന്ന് രാത്രി കളിക്കാനിറങ്ങും. കോങ്കോക്കെതിരെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മത്സരം. ഇന്നിപ്പോൾ ലയണൽ മെസ്സി ഹാട്രിക് അടിച്ച ദിവസമാണ്. അതിന് തൊട്ടു മുമ്പ് കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ അടിച്ച ദിവസമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെയൊക്കെ നിരയിലുള്ള അവരെക്കാൾ മികച്ച കളിക്കാരൻ എന്ന് ലോകം കുറേ പേർ വിശ്വസിക്കുന്ന CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് കളിക്കാനിറങ്ങും. തീർച്ചയായിട്ടും എംബപ്പയിൽ നിന്നും മെസ്സിയിൽ നിന്നും, പ്രത്യേകിച്ച് മെസ്സിയിൽ നിന്ന്, ഈ പ്രായത്തിൽ 38ാമത്തെ വയസ്സിൽ മെസ്സി ഹാട്രിക് അടിച്ചപ്പോൾ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്ന് 41ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന, 41ലേക്ക് എത്തുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തെ സ്വാധീനം ചെലുത്തും. ഇന്ന് മെസ്സി ഹാട്രിക് അടിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിലെ വീര്യം കൂട്ടിയിട്ടുണ്ടാവും. വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ CR7 ഇന്ന് കളിക്കുമെന്നത് ഉറപ്പാണ്. കാരണം എംബാപ്പയുടെയും മെസ്സിയുടെയൊക്കെ കളി കണ്ടു കഴിഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒട്ടും പുറകിലാകില്ല, ഏറ്റവും നന്നായി കളിക്കും. അതുകൊണ്ട് തന്നെ ഈ മെസ്സിയൊക്കെ ഹാട്രിക് അടിച്ചത് അൾജീരിയക്കെതിരെയാണെങ്കിൽ അതിൻ്റെ ദോഷം കോങ്കോക്കാണ്. കാരണം റൊണാൾഡോയിലെ ഈഗോയെ ഉണർത്തുന്ന ഹാട്രിക്കായി പോയി അത്. അതുകൊണ്ട് കോങ്കോയാണ് അതിന് അനുഭവിക്കാൻ പോകുന്നത്. മെസ്സിയാണ് ഹാട്രിക് നേടിയതെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് കോങ്കോ ആയിരിക്കും മിക്കവാറും. CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ വെറുതെ ഇരിക്കില്ല. തീർച്ചയായിട്ടും ഇവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് റൊണാൾഡോ, CR7 എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് പന്ത് തട്ടും എന്നത് ഉറപ്പാണ്. ഒരു പിടി റെക്കോർഡുകൾ. ഒന്നാമത് 6ാമത്തെ ലോകകപ്പ് എന്നത് കാര്യം. മറ്റൊന്ന്, എല്ലാ ലോകകപ്പുകളിലും ഇതുവരെ കളിച്ച 5 ലോകകപ്പുകളിലും ഒരു കളിയിലെങ്കിലും ഗോളടിച്ച കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ ഈ 6ാമത്തെ ലോകകപ്പിലും ഗോളടിക്കുകയും അങ്ങനെ ഒരു റെക്കോർഡ് കൈവശം വെക്കാനും അദ്ദേഹം തീർച്ചയായിട്ടും ആഗ്രഹിക്കും എന്നത് ഉറപ്പാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലോകകപ്പ് എന്ന നിലയ്ക്ക് കൂടി മെസ്സിയുടെ ഈ പ്രായത്തിലെ പ്രകടനം അദ്ദേഹത്തെ കാര്യമായി സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ കോങ്കോ സൂക്ഷിച്ചിരിക്കുക എന്നത് മാത്രമാണ് കോങ്കോയോട് പറയാനുള്ളത്.